ഫസ്റ്റ് ഓൺ 24 സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കടുത്ത അതൃപ്തി. അടിയന്തര ഹൈപ്പവർ കമ്മിറ്റി നാളെ ചേരും. ലീഗിന് കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ കൊടുക്കാമെങ്കിൽ തങ്ങൾക്കും അതിന് അവകാശമുണ്ടെന്നാണ് നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചത്. ടോബി ജോൺസൺ വിവരങ്ങൾ ചേരുന്നു. ടോബി, ഈ 4 സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള തീരുമാനം കോൺഗ്രസ് സീരിയസ് ആയി മുന്നോട്ടേക്ക് പോവുകയാണോ? അങ്ങനെ കോൺഗ്രസ് മുന്നോട്ടേക്ക് അതിൽ ശക്തമായി പോവുകയാണെങ്കിൽ കേരള കോൺഗ്രസ് റീറ്റാലിയേഷൻ എങ്ങനെയാകും? ടോബി, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒരുപക്ഷെ കടുത്ത തീരുമാനത്തിലേക്കൊക്കെ പോയേക്കും ഹാഷ്മി. അതിനുള്ള സാധ്യതകൾ പോലുമുണ്ട്. കാരണം ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ് പോവുകയാണെങ്കിൽ, UDF പോവുകയാണെങ്കിൽ മുന്നണി വിടുന്നതിനെ കുറിച്ച് പോലും ആലോചിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും നാളെയാണ് അടിയന്തരമായിട്ടുള്ള ഹൈപ്പവർ കമ്മിറ്റി കോട്ടയത്ത് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിലെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഈ സീറ്റ് ചർച്ചകൾ തന്നെയാണ്. സീറ്റ് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. ഇതിനോടകം പലതരങ്ങളിൽ പല തട്ടുകളിൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ ചില സീറ്റുകൾ ഏറ്റെടുക്കുന്ന കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, കുട്ടനാട്, ഇടുക്കി തുടങ്ങിയ സീറ്റുകളൊക്കെ കോൺഗ്രസിന് ഏറ്റെടുത്താൽ UDFന് വലിയ വിജയമുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഈ സീറ്റുകളിൽ മത്സരിക്കണമെന്നൊരു ആവശ്യം ഉയർന്ന് കോൺഗ്രസിനുള്ളിൽ വന്നിരുന്നു. ഇതേ തുടർന്നാണ് പല നേതാക്കളും ഈ സീറ്റുകൾ മോഹിച്ച് അവിടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ വരെ കോൺഗ്രസ് നേതാക്കൾ ആരംഭിച്ചു. ഈ ഒരു ഘട്ടത്തിലാണ് ഇതിനെതിരെ എതിർപ്പുമായി ആദ്യം മോൻസി ജോസഫ് തന്നെ രംഗത്ത് വന്നത്. മോൻസി ജോസഫ് 2 ആഴ്ച മുമ്പ് നമ്മളോട് പറഞ്ഞത് 10 സീറ്റിൽ ഉറച്ചു നിൽക്കുമെന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അടക്കം ചില ചർച്ചകൾ, അവിടെ നേതാക്കൾ തമ്മിലുള്ള ചില ചർച്ചകളിൽ ഇങ്ങനെ സീറ്റ് വിട്ടുതരണമെന്നൊരു ആവശ്യം കേരള കോൺഗ്രസ് നേതാക്കളോട് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. 10 സീറ്റ് എന്നത് 6 ചുരുങ്ങിയാൽ അത് വലിയ തിരിച്ചടി കേരള കോൺഗ്രസിന് ഉണ്ടാകും. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, മുസ്ലിം ലീഗിന് കഴിഞ്ഞ തവണ മത്സരിച്ച എല്ലാ സീറ്റും ഇത്തവണ നൽകുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ മുസ്ലിം ലീഗിന് പരിഗണന നൽകുമ്പോൾ എന്തുകൊണ്ടാണ് മധ്യ കേരളത്തിലെ ശക്തി കേന്ദ്രമായിട്ടുള്ള ശക്തിയുള്ള പാർട്ടിയായ കേരള കോൺഗ്രസിനെ അവഗണിക്കുന്നത് എന്നൊരു ചോദ്യമാണ് അണികൾക്കിടയിലും കേരള കോൺഗ്രസ് നേതാക്കൾക്കിടയിലും ചോദിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ടുള്ള മുന്നേറ്റം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഉണ്ടാക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഈ 6 സീറ്റിലേക്ക് മാത്രം ഒതുക്കാനുള്ള ശ്രമം അത് നടക്കില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് കേരള കോൺഗ്രസ് നേതൃത്വം വന്നിരിക്കുന്നത്. 10 സീറ്റുകൾ തന്നെ ഇത്തവണയും വേണമെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ, ചില നീക്കുപോക്കുകൾ, അതായത് ചില സീറ്റുകൾ വെച്ചു മാറുന്നതിലേക്ക് വേണേ ചർച്ച ചെയ്യാം. അതിനപ്പുറത്തേക്ക് 10 സീറ്റും വിട്ടു നൽകിയാൽ അത് മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവരുടെ പാർട്ടി എന്ന് പറയുന്ന കേരള കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്നുള്ള വിലയിരുത്തലാണ് അണികളും നേതാക്കളും എല്ലാം ഒറ്റ സ്വരത്തിൽ പറയുന്നത്. ആ പശ്ചാത്തലത്തിലാണ് നാളെ ഹൈപ്പവർ കമ്മിറ്റി വിളിച്ചു ചേർത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.